സാർ, ഫ്യൂസ് ഊരരുത്. പൈസ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളിൽ പോകുകയാണ് സാർ. വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനാൽ കണക്ഷൻ വിച്ഛേദിക്കാൻ വന്ന ലൈൻമാൻ ബിനീഷിന്റെ കണ്ണിലാണ് ഈ കുറിപ്പ് പെട്ടത്. ബിൽ തുക വരവ് വെച്ച് വൈദ്യുതി വിച്ഛേദിക്കാതെ കുറിപ്പുമായി പോയ ബിനീഷ് അത് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ വൈറലായി. സാമ്പത്തിക പ്രശ്നം മൂലം പലപ്പോഴും വൈദ്യുതി ബിൽ അടയ്ക്കാനാവാത്ത ആളാണ് അനിൽ. വൈദ്യുതി വിച്ഛേദിക്കാൻ ചെന്നപ്പോഴാണ് ഈ കുറിപ്പ് കണ്ടത്. 2 പെൺകുട്ടികളും അച്ഛനും മാത്രമാണ് ഈ വീട്ടിലുള്ളത്. പാവപ്പെട്ട കുടുംബമാണ്. വളരെ ശോചനീയ അവസ്ഥയിലാണ് ആ വീട്. വാതിലില്ല. ഷാൾ ഉപയോഗിച്ചാണ് മറച്ചിരിക്കുന്നത്. ഞാൻ വൈദ്യുതി വിച്ഛേദിക്കാൻ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മീറ്ററിന്റെ സമീപമാണ് കുറിപ്പ് കണ്ടത്. കുട്ടികളാകും എഴുതി വെച്ചിരിക്കുന്നെന്ന് കരുതി അവിടെ എഴുതി വെച്ച നമ്പറിൽ വിളിച്ചു. അനിലാണ് ഫോൺ എടുത്തത്. കുട്ടികളാണ് കുറിപ്പ് എഴുതി വെച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. 461 രൂപയാണ് കറണ്ട് ബില്ല്. ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ 500 രൂപ മുഴുവനായി അടച്ചിടാൻ പറഞ്ഞു. 4 വർഷമായി പത്തനംതിട്ട കോഴഞ്ചേരി സബ് ഡിവിഷനിലെ ലൈൻമാനാണ് ബിനീഷ്. 4 കൊല്ലത്തിനിടെ പലതവണ ഇത്തരത്തിൽ വൈദ്യുതി വിച്ഛേദിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും പിന്നീട് പണം കിട്ടുമ്പോൾ അവർ അടയ്ക്കാറുണ്ടെന്നും ബിനീഷ് പറയുന്നു. കോഴഞ്ചേരി ചെറുകോൽ പഞ്ചായത്തിൽ അരീക്കൽ ഭാഗത്താണ് അനിലിന്റെ വീട്. തയ്യൽ കടയാണ് അനിലിന്. എന്നാൽ അതിൽ നിന്ന് കാര്യമായ വരുമാനമൊന്നും കിട്ടാറില്ല. 7ാം ക്ലാസ്സിലും +1ലും പഠിക്കുന്ന പെൺകുട്ടികളാണ് അനിലിനുള്ളത്. ബില്ലടയ്ക്കാൻ പണമില്ലാതെ വരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി വിച്ഛേദിക്കുന്നതിനാൽ പലപ്പോഴും ദിവസങ്ങളോളം ഇരുട്ടത്ത് കഴിയേണ്ടി വന്നതിനാണ് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി വെക്കേണ്ടതെന്ന് കുട്ടികൾ പറയുന്നു. കുറിപ്പ് വൈറലായതോടെ സഹായഹസ്തവുമായി കുട്ടികൾക്ക് 4-5 വർഷത്തെ പഠന ചെലവും വീടിന്റെ 2 വർഷത്തെ വൈദ്യുതി ബിൽ തുകയും ഏറ്റെടുക്കാമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്.